ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്പീക്കിംഗ്. നമ്മളത് D3 ഫാഷൻസിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5 മണിയാകുമ്പോഴേക്കും ബസ്സിലൊക്കെ കയറി അവിടെ ഒരു 8:30ക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ളിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മസാല ദോശയാണ് കഴിച്ചത്. അപ്പം എപ്പോഴും വന്നാലും ഞങ്ങൾ ഒരു നേരമെങ്കിലും മസാല ദോശ കഴിക്കുക. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കും അമ്മയ്ക്കും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വെള്ള ഫുഡൊക്കെ കഴിച്ച് കുറച്ചിന് വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം ഇത് ഒരു 2 ഡ്രസ്സിന്റെ ഷൂട്ടാണ്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇവരുടെ ഒന്നും പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ തന്നെ ചെറിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ ഓക്കെ ആയിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെറുതെ ഇരുന്ന് അതിനുശേഷം ഞങ്ങൾ പിന്നെ സ്റ്റുഡിയോയിലേക്ക് പോയി. അപ്പം അവിടുന്ന് ഞങ്ങൾ കലൂരാണ് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോലെ. പിന്നെ വഴിയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഫ്രീ ഹെയർ ആയിരുന്നു ആദ്യത്തെ ഷൂട്ടിനുള്ളത്. അപ്പോൾ രണ്ടിലും 2 മേക്കപ്പ് ആയിരുന്നു. അപ്പം ആദ്യം തന്നെ ഇങ്ങനെ ആയിരുന്നു, ചെറിയ കുഴപ്പമില്ലാതെ നല്ല രസമായിട്ട് മേക്കപ്പ് ചെയ്ത് തന്നു. അതിനുശേഷം മുടി ഫ്രീ ഹെയർ ഒക്കെ ഇട്ടെന്ന് അങ്ങനെ ബാക്കി ചേച്ചിമാർ 2-3 ചേച്ചിമാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും ചെയ്തു. അപ്പൊ എന്റെ ആദ്യത്തെ ഈ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിന്നെ വേറെ ഡ്രസ്സൊക്കെ മാറി അതേപോലെ മേക്കപ്പ് ഒക്കെ മാറിയിട്ട് വേറെ ചെയ്യണമെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം അതേപോലെ സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പെട്ടെന്ന് കഴുകി കളയുമ്പോൾ പോണ്ടേ പറഞ്ഞിട്ട് അപ്പം അത് കാരണം സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ഫോട്ടോഷൂട്ട് ഈ ഡ്രസ്സായിരുന്നു. അപ്പം ഞാനും അമ്മയും മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ട് വഴിയൊക്കെ ചെറുതായിട്ട് അറിയാണ്ടും അതേപോലെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനിയും ഒരുപാട് ചേച്ചിമാരൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ കഴിഞ്ഞതും പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പം എറണാകുളത്ത് ഞാൻ ഇന്നലെയായിട്ട് ബിരിയാണി കഴിച്ചിട്ടില്ല. അപ്പോൾ ബിരിയാണി ഒന്ന് കഴിക്കണം വിചാരിച്ചിട്ട് അങ്ങനെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത്. ഒരുപാട് പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് കുറവായിരുന്നു, അത്യാവശ്യം നല്ലോണം കുറവായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് ബിരിയാണി കഴിക്കാൻ പറ്റി. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയതും ബസ്സിൽ തന്നെയാണ്. അപ്പം തിരിച്ചു പോകുമ്പോൾ ഏതാ ടൈമൊന്നും അറിയില്ലായിരുന്നു, എത്ര മണിക്കാ പോകണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്. ശേഷം ബസ് വന്ന് ഞങ്ങളൊരു ഇരുട്ടായി, എന്നാലും ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുന്നേ ഞങ്ങൾ വീടെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.